അപ്പോ ആഡംബര ജീവിതമൊന്നും പാടില്ല, സമ്പത്തൊന്നും ഉണ്ടാകാൻ പാടില്ല, ശൈഖന്മാർക്ക് അത് പാടില്ല. എന്നാ കേട്ടോ, ബഹുമാനപ്പെട്ട ഷഅറാനി റളിയല്ലാഹു അൻഹു തന്റെ ലവാഖിഹുൽ അൻവാരിൽ ഖുദ്സിയയിൽ 475 പേജിൽ പറയുന്നു, ഫഇദാ ഫതഹല്ലാഹു അലൈനാ ഫുതൂഹൽ ആരിഫീൻ ഇൻഷാ അല്ലാഹു തആല വഖദ് ഫഅല ബിനാ ദാലിക വലില്ലാഹിൽ ഹംദ്. അല്ലാഹു മഹാന്മാരായ ആരിഫീങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്ന പരിപാടി നടത്തിയാൽ നമുക്കങ്ങനെ ലഭിച്ചിട്ടുണ്ട്. മഹാനവറുകൾ പറയാം, ഫമിനൽ അദബി. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ കിട്ടിയാ പിന്നെ ഇത്തരം മൗലിയാക്കന്മാരെ അദബെന്താ, ഓല മര്യാദ, ഓല സ്വഭാവം. അന്നുംസിക്ക, മഹാനുഭാവൻ പറയാണ്, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഞങ്ങളെ സ്വഭാവം എന്താണ്? അന്നുംസിക ദുന്യാ ബി അസ്രിഹാ, ദുന്യാവ് മുഴുവൻ പിടിച്ചു വെക്കലാണ് ഞങ്ങളെ പരിപാടി. കുറച്ചുണ്ടാവുന്നല്ല, തോനുണ്ടാകും. ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ പറയല്ലേ, ഷഅറാനി ഇമാം പറയാൻ, ആരിഫാണി എന്ന് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ തനിക്ക് കിട്ടിയെന്ന് സാക്ഷീകരണം നടത്തിയിട്ട് ഇനി ഞങ്ങൾ ഇങ്ങനെ കാട്ടാ, മുതലൊക്കെ ഒന്ന് പിടിക്കും, ഉണ്ടാക്കും. വലാ നത്റുകു മിൻഹാ ശൈഅ, ഞങ്ങൾ അങ്ങനെ വലിച്ചെറിയുന്ന ആൾക്കാരല്ല, അതൊക്കെ ഒഴിവാക്കാതെ പിടിക്കും. ഇല്ല ഇന്ദൽ അജ്സി അന്നു, പണമൊക്കെ പാടുണ്ടായിട്ട് അതുകൊണ്ട് ഇടങ്ങേറാകുന്ന കഴിവുകേടുണ്ടാകുന്ന അവസ്ഥ എത്തിയാൽ ഞങ്ങൾ പിടിക്കൂല, അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങൾ പിടിച്ചു വെക്കും. വനുഖല്ലിബ ശഹ്വത്തുൽ മദ്മൂമ ഇല ശഹ്വത്തുൽ മഹ്മൂദ, ദുഷിച്ച ഞങ്ങളുടെ സ്വഭാവങ്ങളെ നല്ല സ്വഭാവമാക്കി മാറ്റും, പണം കൊണ്ട് നല്ലത് നിർവഹിക്കും എന്ന് പറഞ്ഞ് ഇതൊക്കെ പിടിച്ചു വെക്കൽ, പണം ഉണ്ടാക്കല് ഇതൊക്കെ ഔലിയാക്കന്മാരുടെ സ്വഭാവമാണ് എന്ന് ലവാഖിഹുൽ അൻവാരിൽ ഖുദ്സിയ 475 പേര്. ആരാണ് ബഹുമാനപ്പെട്ട ഷഅറാനി റളിയല്ലാഹു തആല അൻഹു? ഷൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്, മുരീദാണ്. ഷഅറാനി ഇമാം മഹാനുഭാവന് ഖിലാഫത്ത് നൽകുന്നത് മക്കയിൽ വെച്ച് താങ്കൾ പറഞ്ഞ ഖുതുബായ ആരിഫായ ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ സാന്നിധ്യത്തിൽ വെച്ചാണ്. അല്ലേ, കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു ഫതുഹ് റബ്ബാനി ദോ ഒരുപാട് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാൻ. ഇനി മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മൂപ്പര് പറയുന്നുണ്ട്, തീരെ പൈസയില്ല, അടങ്ങേറായിട്ട് ഇങ്ങോട്ട് റൊട്ടിന്റെ പൊട്ട് തിന്നുകാണ്ട് ജീവിച്ച കഥയൊക്കെ പാടെ പറഞ്ഞിട്ട്, ഒരാളെ ജീവിതം നോക്കുമ്പോ വിസ്തരിച്ച് പഠിക്കണ്ടേ, പാണ്ഡിത്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകളോട് പറയുമ്പോ ആലോചിച്ചു പറയണ്ടേ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അശ്ശൈഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയാൻ, അന്നൽ ഗൗസുൽ ആലം കാന യൽബസു ലിബാസൻ നഫീസൻ ഫാഖിറൻ ദിറാഉഹു ബിഅശ്റതി ദനാനീറ വലഫ മറതൻ ഇമാമതൻ ബി70,000 ദിനാർ. മഹാനുഭാവൻ വലിയ വിലപിടിപ്പുള്ള നഫീസായ വസ്ത്ര ധരിച്ചിരുന്നു. കുപ്പായം വിറ്റാ മതി, താങ്കൾക്കും സംഘടനന്റെയും പരിപാടിയൊക്കെ നടത്തിയാലും പൈസ മിച്ചുണ്ടാവും. കഴിഞ്ഞില്ല, വലഫ മറതൻ ഇമാമതൻ ബി70,000 ദിനാർ. മഹാനുഭാവന്റെ തലീക്കെട്ടിന്റെ വില ബി70,000 ദിനാർ, 70,000 ദീനാറായിരുന്നു അന്ന് തലീക്കെട്ടിന്. അന്ന് സ്വർണ്ണേ മൂപ്പര് പറയുന്നുണ്ട് പ്രസംഗത്തില്, 8 ദീനാർ എന്ന് പറഞ്ഞാൽ കുറച്ചല്ല കേട്ടോ. മുഹിയുദ്ദീൻ ഷെയ്ഖിന് ഉമ്മ കൊടുത്തയച്ച ദീനാറ് കുറച്ചല്ല. 8 ദീനാർ എന്ന് പറഞ്ഞാല് ആ ദീനാറ് 1 പവൻ, 8 പവനൊക്കെ ഉണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ടാവും എന്ന് വിശദീകരിക്കുന്നുണ്ട് അല്ലേ. 8 പവനല്ല, 70,000, 70 പവനല്ല, 700 പവനല്ല, 70,000 ദീനാറായിരുന്നു ഗൗസുൽ ആലമിന്റെ തലീകെട്ടിന്റെ വില. എങ്ങനുണ്ട്? കഴിഞ്ഞില്ല. കാന അലുഹു ശരീഫു ബില്ലഅലി വസ്സംറദി വൽയവാഖിതി വമസാമീറു അസ്ഫലിഹി കാനത്ത് ഫിള്ള. മഹാനുഭാവന്റെ ചെരുപ്പ് നല്ല മുത്ത് മാണിക്യങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ആ ചെരുപ്പ് കണ്ട നമുക്ക് പിന്നെ ഗൗസുൽ ആലമിനെ നോക്കണതിന്റെ മുമ്പ് ചെരുപ്പ് ഇങ്ങനെ നോക്കിയിട്ട്
ഹസ്രത്തൊക്കെ ബോധം കെട്ടുപോകൂലേ? വമസാമീറു അസ്ഫലിഹി, ചെരുപ്പിന്റെ അടിയിൽ കൊടുത്തിനി ആണി, കാനത്ത് ഫില്ല, അത് വെള്ളി കൊണ്ടായിരുന്നു. അത് കൊയിഞ്ഞാടുമ്പോ പൊറുക്കെടുത്ത ഈ നാട്ടുകാരെ ചില്ലറ കിട്ടിയ അതിന്മേ ജീവിക്കാൻ വേണ്ടി ആളുകളെ മുമ്പിൽ നടന്നുകൊണ്ട് ഞഞ്ഞാമിഞ്ഞ പറയണ അവസാനിപ്പിക്കാം.